Okay, humanism. The English word humanism has been derived from the Latin term homo. Homo എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഹ്യൂമനിസം എന്ന് പറയുന്ന ഇംഗ്ലീഷ് ടേം ഡിറൈവ് ചെയ്തത്, വിച്ച് മീൻസ് ഹ്യൂമൻ ബീയിങ്. Thus, literally speaking, humanism is the philosophy in which man is a central place. That is the key point of the philosophy. That human is the central place or central point in this philosophy. മനുഷ്യനാണ് സെൻട്രൽ പാർട്ട് ഓഫ് ദ ഡിസ്കഷൻ. മനുഷ്യനെ ബേസ് ചെയ്തുകൊണ്ടാണ് മറ്റെല്ലാ ചിന്തകളും മറ്റെല്ലാ ഡിസ്കഷനും ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ വികസിക്കുന്നത്. ആ ഒരു 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 ടൈപ്പ് ഓഫ് സത്തിനാണ് ഫിലോസഫിയാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു എഡ്വേർഡ്സ്, ഹ്യൂമനിസം is full of thought that believes human beings are different from other species and possess capabilities not found in animals. അദ്ദേഹം പറയുന്നത്, എഡ്വേർഡ്സ് പറയുന്നത്, ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ ഹ്യൂമനിസത്തിന്റെ ബേസിക് ബിലീഫിൽ ഒന്നാണ് ഹ്യൂമൻസ്, ഹ്യൂമൻ ബീയിങ്സ്, they are different from other species and possess capabilities not found in animals. നമ്മൾ സാധാരണ പറയുന്ന ആ ഒരു വേർഡാണ് ഇന്റലിജൻസ് എന്നുള്ളത്. മറ്റു ആനിമൽസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇന്റലിജൻസ് ഉണ്ടോ എന്നുള്ളത് പിന്നെ എന്ന ഒരു ഡിബേറ്റ്. അതിന്റെ പുറത്ത് നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന തീർപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യനൊരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നത് മനുഷ്യന്റെ ഒരു ഇന്റലിജൻസ് തന്നെയാണ്. മനുഷ്യനെ മറ്റുള്ള ആനിമൽസിനെ നിന്നും വ്യതിരിക്ത അതിൽ നിന്നൊരു അവർക്ക് മുകളിലൊക്കെ ഒരു ഒതന്റിസിറ്റി നൽകുന്നത് അവന്റെ ഇന്റലിജൻസ് കപ്പാസിറ്റി തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ഞാൻ മെൻഷൻ ചെയ്തതേ. ഹ്യൂമനിസ്റ്റ് ഗിവ്സ് പ്രൈമറി ടു സ്റ്റഡി ഓഫ് ഹ്യൂമൻ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇവർ ഈ പഠനം നടത്തുമ്പോൾ ഏറ്റവും പ്രൈമറി ആയിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ പ്രിഫറൻസ് കൊടുക്കുക ഹ്യൂമൻ നീഡ്സിനും ഇൻട്രസ്റ്റിനുമാണ് എന്നുള്ളതാണ് ഹ്യൂമനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമന്റെ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്, മനുഷ്യനെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുക. മനുഷ്യന്റെ ആവശ്യങ്ങൾ, മനുഷ്യന്റെ താല്പര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ പിന്നെ മറ്റു ജീവികളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് മനുഷ്യന് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട്, എത്രത്തോളം മനുഷ്യന് ഉപദ്രവമുണ്ട്, ഈ ഒരു ബേസിലാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ ആ രീതിയിൽ സമീപിക്കുന്നതിനാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. Humanistic education, when we come to education part, refers to an educational philosophy that believes human beings are by nature self-developing creatures. It's an education philosophy that believes human beings are by nature self-developing creatures. അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് സെൽഫ് ഡെവലപ്പിംഗ് ക്രിയേച്ചേഴ്സ് ആണ്. സോ പിന്നെ ആ ഒരു എഡ്യൂക്കേഷനിൽ അപ്പൊ നമ്മൾ എന്ത് കൊടുത്താൽ മതി? അതിനുള്ള കുറെ ഹെൽപ്പിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കൊടുത്താൽ മതി. അവർ സ്വയം ഡെവലപ്പ് ചെയ്തോളും ഹ്യൂമൻ എന്ന് പറയുന്നത്. ഈ ഒരു ബേസിക് കോൺസെപ്റ്റിലാണ് എഡ്യൂക്കേഷൻ ഫിലോസഫി, ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ ഫിലോസഫി ബിലീവ് ചെയ്യുന്നത്. മനുഷ്യൻ ദേ ആർ സെൽഫ് ഡെവലപ്പ് ക്രിയേച്ചേഴ്സ് ആണ്, അവർ സ്വയം വികസിച്ചോളും. അപ്പൊ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ഇൻപുട്ടുകൾ കൊടുത്താൽ മതി എന്നാണ് ഹ്യൂമനിസം പറയുന്നത്. One of the chief exponent of ഹ്യൂമനിസം is എബ്രഹാം മാസ്ലോ. എബ്രഹാം മാസ്ലോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹ്യൂമനിസ്റ്റ് ഫിലോസഫർ എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ ഫിലോസഫർ അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റ് ഫിലോസഫർ. Then Carl Rogers. Carl Rogers has been called the father of humanistic psychology. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ ഒരു ഫാദർ ആയിട്ടാണ് കാൾ റോജേഴ്സ്. നിങ്ങൾ സൈക്കോളജി പഠിക്കുമ്പോൾ കാൾ റോജേഴ്സിനെ പഠിക്കുന്നുണ്ടാവും. Then Carl Rogers is known as the father of humanistic psychology. Then another important exponent of this philosophy is Malcolm Knowles. Then humanistic education, also called person-centered education. അതിന്റെ വേറൊരു term, another term is person-centered education. And human-centered education is an approach to education based on the work of humanistic psychologists. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റിന്റെ വർക്കുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചിനാണ് ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേഴ്സൺ സെന്റേർഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ മീൻസ് ആൻ അപ്രോച്ച് ടു എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ ദ വർക്ക് ഓഫ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റ്. ഇതാണ് ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ. ദെൻ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമനിസം ഓർ ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ. ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അടിസ്ഥാന തത്വങ്ങൾ. One is importance of man over
നാച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇമ്പോർട്ടൻസ് ഓഫ് മാൻ ഓവർ നാച്ചർ. മനുഷ്യനാണ് പ്രാധാന്യം നാച്ചറിനേക്കാൾ. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ പുറത്തൊക്കെ ചില സമയത്തൊക്കെ ഉയർന്നു വരുന്ന ഒരു ഡിബേറ്റ് ഉണ്ട്, ഡോഗ് വയറിലേറ്റ് ആയി ആ മനുഷ്യന് ഉപദ്രവം ഉണ്ടാവുന്ന ഡോഗിന്റെ സ്നേഹം, അങ്ങനെ കുറെ കുറെ പിന്നെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഡിബേറ്റുകൾ ഉണ്ടാവാറുണ്ട്. ആ മനുഷ്യന് ഉപദ്രവം ചെയ്യുന്ന തലത്തിലേക്ക് ആ ജീവി മാറിയാൽ അതിന് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഡിബേറ്റ്. To humanism, man is more important than material nature. ഹ്യൂമനിസത്തിന് ഹ്യൂമനിസത്തിന്റെ അക്കോർഡിംഗ് ടു ഹ്യൂമനിസം, man is more important than material nature. Any other material in this nature, in this universe. This is because man can think and experience about material objects and material phenomena. കാരണം മനുഷ്യന് ചിന്തിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും കഴിയും മറ്റു ഒബ്ജക്ട്സുകളെ, മെറ്റീരിയൽ ഫിനോമിനകളെ നല്ല രീതിയിൽ അതിനെ ഡീൽ ചെയ്യാനൊക്കെ മനുഷ്യന് സാധിക്കും. Hence, the thinker or the one who experiences is more important than the object or the phenomena experience. അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് പ്രാധാന്യം ഈ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നതിനേക്കാൾ വസ്തുവിനേക്കാൾ എന്നുള്ളൊരു ഒരു ഒരു ലോജിക്ക്, ഒരു എന്താ പറയാ, ഒരു പിന്നെ ലോജിക്ക് പറഞ്ഞു നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുകയാണ്. നമുക്കത് പിന്നെ അഗ്രി ചെയ്യാം ഓർ ഡിസഗ്രി ചെയ്യാം. എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾ ആണ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നതിനേക്കാൾ പ്രാധാന്യം. പക്ഷെ വേണമെങ്കിൽ ചോദിക്കാം, എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നതിനുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിലല്ലേ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യമാവും എന്ന് തിരിച്ച് ചോദിക്കാം. അപ്പൊ പിന്നെ റിലേറ്റീവായിട്ട് വേണമെങ്കിൽ സ്റ്റാൻഡ്സ് ഒക്കെ, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് സബ്ജക്റ്റീവായിട്ട് സ്റ്റാൻഡുകളൊക്കെ എടുക്കാൻ പറ്റും എന്തിനാണ് പ്രധാനം എന്നുള്ളത്. പക്ഷേ ഹ്യൂമനിസത്തിന്റെ അഭിപ്രായത്തിൽ നാച്ചുറിനേക്കാൾ മാൻ ഇമ്പോർട്ടൻസ് ടു മാൻ. Then importance of personality development. Humanism, they gave more importance to personality development. Humanists gave much importance to the self of the individual. Self of the individual. നമ്മൾ നേരത്തെ കാൾ റോജേഴ്സിനെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ സെൽഫിനെ വെച്ചുകൊണ്ടുള്ള ഇന്നർ സെൽഫിനെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ സെൽഫ് ബേസ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സൈക്കോളജിക്കൽ പേഴ്സണാലിറ്റി തിയറീസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. They insist upon the fullest development of personality of an individual. ഒരു ഇൻഡിവിജ്വലിന്റെ ഫുള്ളസ്റ്റ് ഡെവലപ്മെന്റ് ആണ് അവർ പറയുന്നത്, ഹ്യൂമനിസ്റ്റുകൾ സാധാരണ പറയാറുള്ളത്. ഫുള്ളസ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. Then third principle, full support to the principle of unity in diversity. They are the full support to the principle of unity and in diversity. വൈവിധ്യങ്ങളിലെ ഏകത്വത്തെ അവർ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. Humanists give full support to the principle of unity and diversity. They believe that implicit in all the diversity is an essential unity. നമ്മൾ എല്ലാ ഡൈവേഴ്സിറ്റികളിലും ഒരു എസെൻഷ്യൽ യൂണിറ്റി ഉണ്ടാകും എന്നാണ് ഹ്യൂമനിസ്റ്റ് ബിലീവ് ചെയ്യുന്നത്. ദേ ബിലീവ് ദാറ്റ് ഇംപ്ലിസിറ്റ് ഇൻ ഓൾ ദ ഡൈവേഴ്സിറ്റി, നമ്മൾ കാണുന്ന എല്ലാ വൈവിധ്യങ്ങളിലും ഒരു എസെൻഷ്യൽ ആയിട്ട് ഒരു യൂണിറ്റി ഉണ്ടാവും. അപ്പൊ നമുക്ക് വൈവിധ്യങ്ങൾ കാണുന്നു എന്നുള്ളത് നമ്മുടെ ഡിവിഷനെ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യേണ്ട ഘടകങ്ങളല്ല, മറിച്ച് അതിനകത്തൊരു എസെൻഷ്യൽ ആയിട്ട് യൂണിറ്റി ഉണ്ടാവും. ആ യൂണിറ്റിയെ കണ്ടെത്തുകയും അതിനകത്ത് നിന്നുകൊണ്ട്, ആ വൈവിധ്യങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ആ യൂണിറ്റിയെ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമനിസം പറയും. ദെൻ നമ്മളിപ്പോ ഒരു 3 പ്രിൻസിപ്പിൾ പറഞ്ഞു, അതിനോട് ആഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇതൊരു തുടർച്ചയായിട്ട് തന്നെ എഴുതാം. അനദർ 5 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ. നമ്മളിപ്പം പറഞ്ഞ 3 ഹ്യൂമനിസത്തിന്റെ പ്രിൻസിപ്പിൾ ആണ്. ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷന്റെ 5 ബേസിക് പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നതാണ്. ഫസ്റ്റ് വൺ, സ്റ്റുഡൻസ് ലേണിംഗ് ഷുഡ് ബി സെൽഫ് ഡയറക്റ്റഡ്. ലേണിംഗ് ഷുഡ് ബി സെൽഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ദേ ആർ സെൽഫ് ഡെവലപ്പിംഗ് ക്രിയേച്ചേഴ്സ് ആണ്. ഹ്യൂമൻസ് ആർ സെൽഫ് ഡെവലപ്പിംഗ് ക്രിയേച്ചേഴ്സ് ആണ്. സോ സ്റ്റുഡൻസ് ആർ സെൽഫ് ഡെവലപ്പിംഗ് ക്രിയേച്ചേഴ്സ് ആണ്. സോ ദർ ലേണിംഗ് ഷുഡ് ബി സെൽഫ് ഡയറക്റ്റഡ്. അവർ സ്വയം പഠിച്ചോളും, സെൽഫ് ഡയറക്റ്റഡ് ആയിട്ട് അവർ പഠനത്തിൽ ഏർപ്പെട്ടോളും. Then school should produce students who want to know how to learn. School should produce students who want to know how to learn എന്നുള്ളത് അറിയുന്ന വിദ്യാർത്ഥികളെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് പറയുന്നത്. നമ്മളിപ്പം അല്ലെ പുതിയ കാലത്തൊക്കെ അല്ലെങ്കിൽ കുറച്ച് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സാധനമാണ് ലേണിംഗ് ടു ലേൺ, പഠിക്കാൻ, അല്ലെങ്കിൽ മെറ്റാകോഗ്നിഷൻ, കൊഗ്നീഷനെ കുറിച്ചുള്ള കൊഗ്നീഷൻ, ചിന്തയെ കുറിച്ചുള്ള ചിന്ത, അല്ലെങ്കിൽ പഠനത്തെ കുറിച്ചുള്ള പഠനം. ഈ സാധനത്തെ കുറിച്ച് കുട്ടികൾക്ക് ബോധം ഉണ്ടായിരിക്കണം, എങ്ങനെ പഠിക്കണം,
കുറെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനപ്പുറം എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം, ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവരായിട്ട് നമ്മൾ കുട്ടികളെ മാറ്റണം. ഞാൻ മുമ്പൊക്കെ ഐ മെൻഷൻ earlier that a scholar is one who knows the source of the that particular area. സ്കോളർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള സോഴ്സ് അറിയുന്ന ആളാണ്. അതുപോലെ തന്നെ നല്ല സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ അവനിക്ക് എങ്ങനെ പഠിക്കാം എന്നറിയുന്ന ആളാണ്. നമ്മൾ പിന്നെ റീലേണിനെ കുറിച്ചും വൺലേണിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ കുറെ കാര്യങ്ങൾ അൺലേൺ ചെയ്യേണ്ടി വരും, റീലേൺ ചെയ്യേണ്ടി വരും. Then third principle is the only form of meaningful evaluation is self evaluation. ഏറ്റവും മീനിങ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത് അത് സെൽഫ് ഇവാലുവേഷൻ ആണ്. ദ ഓൺലി ഫോം ഓഫ് മീനിങ് ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. യു ക്യാൻ അഗ്രി ഓർ ഡിസഗ്രി. ദ ഓൺലി ഫോം ഓഫ് മീനിങ് ഇവാലുവേഷൻ ഈസ് സെൽഫ് ഇവാലുവേഷൻ എന്നാണ്. പക്ഷെ അത് പിന്നെ പൂർണ്ണമായിട്ടും പിന്നെ അങ്ങനെ ഓൺലി ഫോം എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളെ അപ് ടു യു. ശരിക്കും എനിക്ക് തോന്നുന്നു എ സെൽഫ് ഇവാലുവേഷൻ, എ പിയർ ഇവാലുവേഷൻ ആൻഡ് ടീച്ചർ ഇവാലുവേഷൻ, ദെൻ പാരന്റൽ ഇവാലുവേഷൻ, ഇതൊക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമായിരിക്കണം ചിലപ്പോൾ ഏറ്റവും മീനിങ് ആയിട്ട് മാറുക എന്നാണ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. സോ വൺ ഓഫ് ദ മേജർ ഇമ്പോർട്ടൻറ്റ് ഇവാലുവേഷൻ ഈസ് സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ് സെൽഫ് ഇവാലുവേഷൻ. Then fourth one, feelings as well as knowledge are important in the learning process. ഫീലിങ്സിനും നോളജിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് ഫീലിങ്സ് ദ ലേണിംഗ് പ്രോസസ്. ലേണിംഗ് പ്രോസസ്സിൽ നോളജ് പോലെ തന്നെ ഫീലിങ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫിഫ്ത്ത് പ്രിൻസിപ്പിൾസ്, സ്റ്റുഡൻസ് ലേൺ ബെസ്റ്റ് ഇൻ നോൺ ത്രെറ്റനിങ് എൻവിറോൺമെന്റ്. വിദ്യാർത്ഥികൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക ഭീഷണികളില്ലാത്ത ഒരിടത്താണ്. കുറെ ഭീഷണികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് നടക്കില്ല. അവിടെ നടക്കുന്നത് ഒരു അതേറിറ്റേറ്റി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഒരു അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനമാണ് നടക്കുക. അവിടെ ഒരു ബെസ്റ്റ് ലേണിംഗ് ഇമ്പോസിബിൾ ആണ്. അവിടെ നടക്കുന്ന ലേണിങ്ങിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാവും. അത് സെൽഫ് ഡയറക്റ്റഡ് ആവില്ല, ക്രിയേറ്റീവ് ആവില്ല, അല്ലെങ്കിൽ ഒരു റൂട്ട് ലേണിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഒരു എഫക്റ്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നോൺ ത്രെറ്റനിങ് എൻവിറോൺമെന്റിലായിരിക്കണം സ്റ്റുഡൻസിന്റെ പഠനം കൂടുതൽ നടക്കേണ്ടത് എന്നതാണ് ഇവർ പറയുന്ന വേറൊരു പ്രിൻസിപ്പിൾ. 5 പ്രിൻസിപ്പിൾസ്. ഇതാണ് 5 പ്രിൻസിപ്പിൾസ്. ദ നെയിംസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ഹ്യൂമനിസത്തിന്റെ അടിസ്ഥാനത്തിൽ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. ലേറ്റ് ആയി ജോയിൻ ചെയ്തവർക്ക് വേണ്ടി നമ്മൾ ഹ്യൂമനിസം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂമനിസം ആൻഡ് എഡ്യൂക്കേഷൻ ഒരു ചെറിയ ടോപ്പിക്കാണ്, ഹ്യൂമനിസം ആൻഡ് എഡ്യൂക്കേഷൻ. Aims of education according to humanism. First one is rational thinking. First one, rational thinking. It helps to motivate or it enhance rational thinking of students. ഇത് കുട്ടികളുടെ റാഷണൽ തിങ്കിങ്ങിനെ വികസിപ്പിക്കുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു എയിം അതിന് പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. നമുക്ക് ഒരുപാട് ഡയലക്ട്സ് ഉണ്ടാവും. നമുക്കറിയാം മലയാളത്തിൽ ഒരുപാട് ഡയലക്ട്സ് ഉണ്ട്. എല്ലാവരും പറയും ഞങ്ങളുടേതാണ് RP, received pronunciation, standard language. Then there should be a standard language in classroom. നമ്മൾ ടീച്ചർ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് റൂം ലാംഗ്വേജിനെ കുറിച്ച്. ലാക്കിൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള ഒരു സാധനം ഹ്യൂമനിസത്തിന്റെ ഒരു ലക്ഷ്യമാണ്. ദെൻ ഈസ്തെറ്റിക് സെൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഒരു സൗന്ദര്യ ബോധം ഉണ്ടാക്കുക, ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുക വിദ്യാർത്ഥികളിൽ, സ്റ്റുഡൻസിൽ, മനുഷ്യരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊരു എയിമായിട്ട് പറയുന്നത്. ദെൻ സയന്റിഫിക് ടെമ്പർ. കുട്ടികളിൽ സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കുക. എന്ത് കാര്യങ്ങൾ കിട്ടിയാലും അതിനെ വിശകലനം ചെയ്യാൻ, സയന്റിഫിക്കലി അതിനെ സമീപിക്കാനുള്ള ഒരു ടെമ്പർ കുട്ടികളിലേക്ക് ഉണ്ടാക്കുക. ദെൻ മോഡേണിറ്റി ആൻഡ് സിവിലൈസേഷൻ. മറ്റൊരു എയിംസ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു മോഡേണൈസ് ഹ്യൂമൻ ബീങ്സ്. അവരെ മോഡേണൈസ് ചെയ്യാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കണം. ദെൻ സിവിലൈസേഷൻ സാധ്യമാണ് എഡ്യൂക്കേഷനിലൂടെ. എഡ്യൂക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഹ്യൂമനിസം പറയുന്നു. ദെൻ പ്രോഗ്രസീവ് ഐഡിയാസ് എന്നുള്ളതാണ് മറ്റൊരു ഹ്യൂമനിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടായിട്ട് പറയുന്നത്. നമ്മൾ പഠനം നടക്കുന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നടക്കുന്നത് നമ്മളുടെ പ്രോഗ്രസീവ് ഐഡിയാസ് ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ അത് പിന്നെ സ്റ്റിൽ വാട്ട് ഈസ് പ്രോഗ്രസീവ് എന്നുള്ളത് വലിയ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതിലും കുറെയൊക്കെ പിന്നെ
ശരിതെറ്റുകൾ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്നിടത്തും കുറെ അധികം ശരിതെറ്റുകളൊക്കെ സംഭവിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നമുക്കൊക്കെയുള്ള ഒരു കേരള നമ്മളൊരു മലയാളീസ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ നമുക്കുള്ള ഒരു സാധനമാണ് പിന്നെ വാട്ട് ഈസ് അല്ലെങ്കിൽ വാട്ട് യു ഹാവ് വെസ്റ്റേൺ കൺട്രീസ് ദാറ്റ് ഈസ് സംതിങ് പ്രോഗ്രസീവ്. അങ്ങനെ ഒരു സാധനം വെസ്റ്റേണിൽ കാണുന്നത് എന്താണോ അത് പ്രോഗ്രസ്. അത് ചിലപ്പം അവരൊരു 50 വർഷം മുമ്പ് കുറെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള എന്നിട്ട് ഉപേക്ഷിച്ചിട്ടുള്ള ഐഡിയാസോ അല്ലെങ്കിൽ സ്റ്റൈലോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരത്തൊക്കെ അങ്ങനെയാണ്. ഇപ്പോഴും കുറെയൊക്കെ അങ്ങനെയാണ് ചില ഐഡിയാസ് ഒക്കെ പിന്നെ അവർ യൂസ് ചെയ്ത് പിന്നെ ഒഴിവാക്കിയിട്ടുള്ള ഐഡിയാസും അല്ലെങ്കിൽ സ്റ്റൈലും ഇതൊക്കെ പ്രോഗ്രസീവ് ആണെന്ന് കരുതിയിട്ട് അവരതിന്റെ ബാഡ് എഫക്ട്സും കൂടി അനുഭവിച്ചിട്ട് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും നമ്മളത് പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പിന്നെ സ്വീകരിക്കുന്നുണ്ടാവുക. അത് പിന്നെ ഈ കാര്യത്തിലും വാട്ട് ഈസ് പ്രോഗ്രസീവ് എന്നുള്ള കാര്യത്തിന് വലിയ ഡിബേറ്റുകൾ സാധ്യമാണ്. നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്ന പോലെയുണ്ട്. ഉദാഹരണത്തിന് ഒരു സാധനമാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻസ് ഉണ്ടാവാം. ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു ആശയം, ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു ആശയം കുറെ മുമ്പ് തന്നെ അമേരിക്കയിൽ ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ബുക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടാണെന്ന് പറയാം. ഫാദർലെസ് അമേരിക്ക. ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന ആ പുസ്തകം പിന്നെ അവിടുത്തെ ഈ ഒരു ലിവിങ് ടുഗദർ കൾച്ചർ ഉണ്ടാക്കിയ ഒരു ഡേഞ്ചറസിനെ കാണിക്കാൻ വേണ്ടിയാണ് ആ പുസ്തകം ശ്രമിക്കുന്നത്. നമ്മളിപ്പം ആ സാധനത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പിന്നെ പലപ്പോഴും ചില സ്റ്റഡികളിലെങ്കിലും വായിച്ചിട്ടുള്ള സാധനം എന്നാൽ ലിവിങ് ടുഗദറിലുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ് സൂചിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു പിന്നെ 16 വയസ്സുള്ള 18 വയസ്സുള്ള അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും പല ഏജ് പീരീഡ് ആണല്ലോ. 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് ജീവിക്കുന്നു. സ്വാഭാവികമായിട്ടും ബയോളജിക്കലി ആ പെൺകുട്ടി എപ്പോഴോ പ്രഗ്നന്റ് ആവുന്നു. അങ്ങനെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ബ്രോക്കൺ ആയാൽ ഈ ആൺകുട്ടി വേറൊരു കുട്ടിയാളെ തേടി. പക്ഷെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിയുടെ ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ പിന്നെ കുഞ്ഞിന് വേണ്ടിയുള്ളതാവും എന്നതാണ്. അപ്പോ പിന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആ കുഞ്ഞിനെ വളരുന്നത് ഫാദർ ഇല്ലാതെ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന സാധനം അവരുടെ അത്ര ലിവിങ് ടുഗദറിന്റെ ഈ ബാഡ് എഫക്ട് അവർക്ക് ഉണ്ടായപ്പോഴുള്ള ഒരു സാധനം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈവൻ നമ്മളിങ്ങനെ എഡ്യൂക്കേഷൻ പ്രോഗ്രസീവ് ഐഡിയസ് ഉണ്ടാക്കുമെന്ന് പറയുന്നിടത്തൊക്കെ നമ്മൾ വളരെ പിന്നെ ശ്രദ്ധയോട് കൂടിയാണ് ആ കാര്യത്തെ ടേംസിനൊക്കെ പ്രോഗ്രസീവ് ടേംസിനെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ടേംസ് ആണെന്ന് പറഞ്ഞത്. അത് കാരണം പിന്നെ ഈ പറഞ്ഞ ലിവിങ് ടുഗദർ പ്രോഗ്രസീവ് ആണ് എന്ന് പിന്നെ ഒരാൾ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കാം. സോ പിന്നെ ഡിബേറ്റബിൾ ആണ് വാട്ട് ഈസ് പ്രോഗ്രസീവ് എന്ന് പറയുന്ന കാര്യം. Then humanistic curriculum. The humanistic curriculum is based on the belief that the education that is good for a person is also best for the well-being of the nation. Humanistic curriculum പറയുന്നത് on the belief, based on the belief that the education that is good for a person, ഒരു വ്യക്തിക്ക് ഗുഡ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ആൾസോ ബെസ്റ്റ് ഫോർ ദ വെൽ ബീയിങ് ഓഫ് ദ നാഷൻ. അത് നാഷന്റെ വെൽബീയിങ്ങിന് കൂടി നല്ലതായിരിക്കണം. നമ്മൾ എന്റെ ബെനിഫിറ്റിന് വേണ്ടി ഞാനൊരു വിദ്യാഭ്യാസം നേടുന്നു, അതിന്റെ രാജ്യത്തിന് അല്ലെങ്കിൽ ലോകത്തിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ആയിരിക്കണം. ഗുരു പറഞ്ഞ സാധനം അവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന് എന്ന് പറയുന്ന ഒരു ആശയം. നമുക്ക് വേണ്ടിയാണ് എഡ്യൂക്കേഷൻ നേടുന്നതെങ്കിലും അതിനെ കൊണ്ട് സൊസൈറ്റിക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ ഉപകാരം ഉണ്ടാവണം. ഹിയർ ദ ഇൻഡിവിജ്വൽ ലേണർ ഇസ് നോട്ട് റിഗാർഡ് ആസ് എ പാസീവ് ഓർ അറ്റ്ലീസ്റ്റ് ഈസിലി മാനേജ് ഓഫ് ഇൻപുട്ട്. പാസീവ് അല്ല ഇൻഡിവിജ്വൽ ലേണർ പറയുന്നത്, അവൻ ആക്റ്റീവ് ആയ ഒരു ലേണറാണ് പറയുന്നത്. ഷീ ഈസ് ദ ചൂസിങ് ഓർ സെൽഫ് സെലക്ടിങ് ഓർഗാനിസം. ഒരു സെൽഫ് സെലക്ടിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ് ഈ ഹ്യൂമനിസ്റ്റ് കരിക്കുലം പറയുന്ന ഒരു എഡ്യൂക്കേഷനിൽ ലേണർ എന്ന് പറയുന്ന ഷീ ഓർ ഹി ഈസ് ദ ചൂസിങ് ഓർ സെൽഫ് സെലക്ടിങ് ഓർഗാനിസം. ഇതാണ് ബേസിക് കരിക്കുലത്തെ കുറിച്ച് പറയാനുള്ള ബേസിക് ബിലീഫ്. അത് ഒരു നാഷൻ വെൽബീയിങ്ങിന് വേണ്ടിയുള്ളതായിരിക്കണം കരിക്കുലം എന്നുള്ളതാണ്. To design humanistic curriculum, we have to focus on the question: what does the curriculum mean to the learner? What does the curriculum mean to the learner എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു ബേസിക് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവര് ഹ്യൂമനിസ്റ്റിക് കരിക്കുലം ഡിസൈൻ ചെയ്തത്. സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, സെൽഫ് ആക്ച്വലൈസേഷൻ ആൻഡ് ഫോസ്റ്ററിംഗ് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ് ആസ് വെൽ ആസ് ദ ഇൻഡിവിജ്വൽ സ്കിൽ necessary for independent judgment become the immediate concern of the humanistic curriculum. അപ്പോൾ ഈ സംഭവങ്ങൾ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, സെൽഫ് ആക്ച്വലൈസേഷൻ, ഫോസ്റ്ററിംഗ് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്, ഇന്റലക്ച്വൽ സ്കിൽ,
ഇതൊക്കെയും ഹ്യൂമനിസ്റ്റിക് കരിക്കുലത്തിന്റെ കൺസേൺ ആയിരുന്നു. ദെൻ ഹ്യൂമനിസ്റ്റിക് കരിക്കുലം പ്രോഗ്രസീവ് ആണ്, സയൻസ് ബേസ്ഡ് ആണ്, മാത്തമെറ്റിക്സ് അതിനകത്തുണ്ട്, ലാംഗ്വേജ്, ഹിസ്റ്ററി, ഇതൊക്കെ ഹ്യൂമനിസ്റ്റിക് കരിക്കുലത്തിന്റെ പാർട്ടാണ്. ദെൻ ടീച്ചർ ഇൻ ഹ്യൂമനിസം, ഹ്യൂമനിസ്റ്റ് എഡ്യൂക്കേഷൻ. ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ, നമ്മൾ പ്രാഗ്മാറ്റിസത്തിലോ അല്ലെങ്കിൽ ഈവൻ നാച്ചുറലിസത്തിലൊക്കെ പറഞ്ഞ ഒരു ടേം തന്നെയാണ് ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ. ദ ട്യൂട്ടർ ഓർ ലെക്ചർ ടെൻസ് ടു ബി മോർ സപ്പോർട്ടീവ് ദാൻ ക്രിറ്റിക്കൽ, മോർ അണ്ടർസ്റ്റാൻഡിങ് ദാൻ ജഡ്ജ്മെന്റൽ, മോർ ജെന്യുവിൻ ദാൻ പ്ലേയിങ് റോൾ. അപ്പം ടീച്ചർ എന്ന് പറയുന്നത് മോർ സപ്പോർട്ടീവ് ആണ്, ക്രിറ്റിക്കൽ ആണ്. വിമർശിക്കുന്നതിന് പകരം കൂടുതൽ സപ്പോർട്ട് ചെയ്യാണ്ട് ടീച്ചർ ചെയ്യുക. കാരണം വിമർശിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് വഴക്ക് പറയാന്ന് പറയുന്നത് വളരെ വഴക്ക് പറയാ, അല്ലെങ്കിൽ പണിഷ്മെന്റ്, ഒരു നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കണ്ടാൽ, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ അല്ലാത്തൊരു സാധനം കണ്ടാൽ അതിനെ വഴക്ക് പറയുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ആക്ഷൻ എടുക്കുക, പണിഷ്മെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ബട്ട് ടു സപ്പോർട്ട് ദാറ്റ് പേഴ്സൺ, ആ മാൽ അഡ്ജസ്റ്റ്മെന്റ് കാണിച്ച, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം, അതാണല്ലോ ഒരു പ്രശ്നമുള്ള ആ ഒരു സിറ്റുവേഷനിലുള്ള അകപ്പെട്ടു പോയ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതാണ് കുറച്ചുകൂടി റിസ്ക് ഉള്ളത്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ജഡ്ജ്മെന്റ്, ജഡ്ജ്മെന്റിൽ ആവുക എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. ആ ടീച്ചർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സ്റ്റുഡന്റ് ഇങ്ങനെയാണ്, അദ്ദേഹം ഇങ്ങനെയാണ്, നമുക്ക് വേഗം ജഡ്ജ്മെന്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് കഴിയും. അവൻ നല്ലതല്ല, അല്ലെങ്കിൽ അവൻ മോശമാണ്, അല്ലെങ്കിൽ അവൻ പഠിക്കില്ല, അല്ലെങ്കിൽ ആ സാറിന്റെ ക്ലാസ് കൊള്ളില്ല, ഇങ്ങനെയൊക്കെ പറയാൻ ജഡ്ജ്മെന്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷെ ടു അണ്ടർസ്റ്റാൻഡ്, അതാണ് ഒന്നും കൂടി റിസ്ക് ആയിട്ടുള്ള പ്രോസസ്. അതാണ് ടീച്ചർ ചെയ്യേണ്ടത്, മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാരെ ജഡ്ജ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി പ്രോസസ്സാണ്. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ദെൻ മോർ ജെന്യൂൻ ദാൻ പ്ലേയിങ് റോൾ. നമ്മൾ കുറെയൊക്കെ റോളുകൾ ഇങ്ങനെ ചിലപ്പം നമ്മൾ അഭിനയിക്കേണ്ടി വരും. കുറെയൊക്കെ അഭിനയിച്ച് നമ്മൾ അത് ജെന്യൂൻ ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ജെന്യൂൻ ആവാൻ ശ്രമിക്കണം കുറെ റോളുകൾ അഭിനയിക്കുന്നതിന് പകരം. കാരണം ടീച്ചേഴ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറെ ഗുഡ് ക്വാളിറ്റീസിന്റെ റോൾ മോഡൽ ആവാൻ ശ്രമിക്കണം എന്നാണ് പറയാറ്. Their job is foster an engaging environment for the students and ask enquiry-based questions that promotes meaningful learning. കുട്ടികളോട് എൻക്വയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരായിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് ഒരു മീനിങ് ഫുൾ ലേണിംഗ് ഒക്കെ സാധ്യമാവുക. കുറെയൊക്കെ അവരോട് അല്ലെ ഒരു തീർപ്പ് പറയാതിരിക്കുക, ഇന്നതാണ് ശരി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു കാഴ്ചപ്പാട് ചിലപ്പോൾ ഉണ്ടാവും ലിവിങ് ടുഗദറിനെ കുറിച്ച്, ഒരു തീർപ്പ് എനിക്കുണ്ട്. എന്റെ ഒരു മോറൽ സാഡ് വെച്ചിട്ടുണ്ട്, ലൈഫ് ഫിലോസഫി വെച്ചിട്ട് സാധനം ഉണ്ടാവും. പക്ഷെ ഞാൻ ആ സാധനം തീർപ്പ് പറയുന്നിടത്ത് ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അടുത്ത് തീർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ മീനിങ് ഫുൾ ലേണിംഗ് ഒന്നും നടക്കില്ല, എൻക്വയറി നടക്കില്ല. ദ ഹ്യൂമനിസ്റ്റ് ടീച്ചർ ഈസ് എ ഫെസിലിറ്റേറ്റർ, നോട്ട് ഡിസിമിനേറ്റർ ഓഫ് നോളജ്. ഫെസിലിറ്റേറ്റർ ആയിരിക്കണം, വിതരണം ചെയ്യുന്ന ആളാവാൻ പാടില്ല. പാർട്ടിസിപ്പേറ്ററി ആൻഡ് ഡിസ്കവറി മെത്തേഡ്സ് വുഡ് ബി ഫേവർഡ് ഇൻസ്റ്റെഡ് ഓഫ് ട്രഡീഷണൽ ഡിഡാക്റ്റിസം. അപ്പോ ശരിക്കും നടത്തേണ്ടത് ഒരു ഡിസ്കവറി മെത്തേഡ്സ് ആണ് ഇതിലൂടെ നടത്തേണ്ടത്. As well as the child's academic, okay, it comes, as well as the child academic need, the humanistic teacher is concerned with the child's affective or emotional needs. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും 3 ഡൊമൈൻസ് ഒക്കെ, ബ്ലൂംസ് ടാക്സോണമിയിൽ അഫക്റ്റീവ്, കൊഗ്നിറ്റീവ് ആൻഡ് സൈക്കോമോട്ടർ. അപ്പൊ അഫക്റ്റീവ് ഡൊമൈൻ ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ഫസ്റ്റ് ശരിക്കും ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ അഫക്റ്റീവ് ഡൊമൈൻ ടച്ച് ചെയ്തിട്ടൊക്കെ തുടങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചൈൽഡ്സ് അക്കാഡമിക്സ് ദാറ്റ് ഹ്യൂമനിസ്റ്റിക് ടീച്ചർ ഈസ് കൺസേൺഡ് വിത്ത് ദ ചൈൽഡ്സ് അഫക്റ്റീവ് ഓർ ഇമോഷണൽ നീഡ്സ്. ഫീലിംഗ് ആൻഡ് തിങ്കിങ് ആർ വെരി മച്ച് ഇന്റർലിങ്ക്. കാരണം ഇത് രണ്ടും വളരെ ലിങ്ക്ഡ് ആണ്. ഒരു കുട്ടി ഇമോഷണലി വീക്ക് ആണെങ്കിൽ അവന് ചിന്തിക്കാൻ സാധ്യമല്ല. അപ്പം വളരെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അഫക്റ്റീവ് ഇമോഷണൽ അഫക്റ്റീവ് നീഡ്സിനെ കൺസിഡർ ചെയ്യണം. ഫീലിംഗ് പോസിറ്റീവ് അബൌട്ട് വൺസെൽഫ് ഫെസിലിറ്റേറ്റ് ലേണിംഗ്. നമ്മൾ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നന്നായിട്ട്. ഇപ്പൊ എനിക്ക് ഇത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്നുള്ള ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ അത് മനസ്സിലാവാൻ തുടങ്ങും. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ കുറെ ഫിലോസഫിയാണ്, അത് വായിച്ചാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ സൈക്കോളജിയാണ്, മനസ്സിലാവില്ല. ഈ ഒരു തിങ്കോടുകൂടി ഇരുന്നാൽ ഉള്ള പ്രശ്നം ഉണ്ടല്ലോ, അത് എല്ലാ കുട്ടികൾക്കും ഉള്ള പ്രശ്നമാണ്. സോ ഫീലിംഗ് പോസിറ്റീവ് അബൌട്ട് വൺ സെൽഫ്. എനിക്ക് സാധ്യമാവും. അതേപോലെ തന്നെ എനിക്ക് ഞാനൊരു പെർസെൻറ്റേജ് തീരുമാനിക്കാൻ, എനിക്കൊരു 45 അബൌവ് 80% വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് എല്ലാ സബ്ജക്റ്റും സാധ്യമാവും ഞാൻ എന്നെ കുറിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഫീലിംഗ് പോസിറ്റീവ് അബൌട്ട് വൺ സെൽഫ്, അപ്പോൾ ലേണിംഗ് ഒന്നുകൂടി സിമ്പിൾ ആവുന്നതാണ് പറയുന്നത്. ദെൻ ഡിസിപ്ലിൻ ഇൻ ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ. ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്താണ് ഡിസിപ്ലിനെ കുറിച്ച് പറയുന്നത്? Humanistic believed in discipline in the schools. It was a discipline of kindness than of cruelty.
ഒരു ക്രൂവൽ ആവുക എന്നുള്ളതിന് അപ്പുറം ഒരു കൈൻഡ്നെസിന്റെ ഒരു ഡിസിപ്ലിൻ ആണ്. ദർ വാസ് ആൻ അപ്പീൽ ടു പ്രൈഡ് ആൻഡ് വിഷൻ ഇൻ ദ ചൈൽഡ് റാദർ ദാൻ റിഗ്രസ് ഓഫ് പണിഷ്മെന്റ്. കുട്ടിയുടെ പ്രൈഡിന് ആംബിഷനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ കുറേയധികം ക്രൂരമായ പണിഷ്മെന്റിനപ്പുറം കുട്ടിയുടെ അഭിമാനത്തിന് അവന്റെ ആംബിഷനൊക്കെ. ഇപ്പൊ നിങ്ങൾ ഇനി പോകാൻ പോകുന്ന സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസിനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്, തേർഡ് സെമ്മിൽ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് എന്ന അഡോളസൻസ് പീരീഡിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കുട്ടികളാണ്. അവരുടെ ആ ഒരു പിന്നെ അഡോളസെന്റിന്റെ ഏകദേശം ഹയർ സെക്കൻഡറി ആ ഒരു 9th 10th അവരെ പ്രൈഡിന് അവർ ഭയങ്കര വില കൊടുക്കുന്ന ഒരു സമയമാണ്. ദേ ആർ ഗ്രോയിങ് എന്നുള്ള ഒരു സാധനം. അപ്പൊ അവർക്ക് അവരെ കൂട്ടത്തിൽ നിന്നിട്ട് വഴക്ക് പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പോ അവരുടെ ഡിസിപ്ലിൻ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് അർത്ഥം. ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഏകദേശം നമ്മൾ പല പല ഫീസത്തിലും പറഞ്ഞ മെത്തേഡ്സ് തന്നെയാണ്. ഇതായിട്ടൊന്നുമില്ല. പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് അവരുടെ ഭാഗമായി നിന്നുകൊണ്ട് പഠിപ്പിക്കുക, ഡിസ്കവറി മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, ഡിബേറ്റ് ആൻഡ് ഡ്രാമറ്റൈസേഷൻ, ബ്രെയിൻ സ്ട്രോമിംഗ് മെത്തേഡ്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, സെമിനാർ, സിമ്പോസിയം, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ഉപയോഗിക്കും, ഹ്യൂമനിസ്റ്റുകൾ ഉപയോഗിക്കും. ഇതൊക്കെ കുട്ടികൾക്ക് ഒരു സെൽഫ് ഡയറക്ഷൻ ആയിട്ടുള്ള ഒരു റോള് വേണം എന്ന് മാത്രമേ ഇവർ പറയുന്നുള്ളൂ. അതിന് പറ്റുന്ന എല്ലാ മെത്തേഡ്സും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നോട്ട് വെക്കും. Then major contribution of humanistic education. Humanistic education enhance the teaching of the basics. Humanistic education enhance teaching of the basics. Basics പഠിപ്പിക്കാൻ അവർ പറയുന്നുണ്ട്. Then it is supported by years of research and experience. കുറേയധികം എക്സ്പീരിയൻസുകൾ, റിസർച്ചുകൾ ഈ ഫീൽഡ് ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ ഫീൽഡിൽ നടന്നിട്ടുണ്ട്. Then it's humanistic education supports many goals of parents. പാരന്റ്സിന്റെ ഗോൾസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. Then humanistic education encourages parent involvement in school. അവരുടെ പാരന്റിന്റെ ഇൻവോൾവ്മെന്റിനെ ഇത് എൻകറേജ് ചെയ്യുന്നു. Then humanistic education is essential for preparing young people to be citizens in a democracy. ഒരു ഡെമോക്രസിയിൽ ഡെമോക്രസിക്ക് ആവശ്യമായ രീതിയിലുള്ള സിറ്റിസൺസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ അതിനു വേണ്ടി വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമനിസവുമായിട്ട് പറയാനുള്ളത്. ഒരു പിന്നെ ഓട്ടപ്രദക്ഷിണം നട്ഷൽ നമ്മൾ പറഞ്ഞു. ഹ്യൂമനിസം എന്ന് പറയുന്നത് ആ വേർഡ് വരുന്നത് ഹോമോ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ്. സെൻട്രൽ പ്ലേസ് മനുഷ്യന് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു പോയിന്റ്. മനുഷ്യന് ദേ ഹാവ് സം സ്പെഷ്യൽ റാദർ ദാൻ അതർ സ്പീഷീസ്. അവർക്ക് കുറച്ചുകൂടി സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഹ്യൂമൻ ബീങ്സ് സെൽഫ് ഡെവലപ്പിംഗ് ക്രിയേച്ചേഴ്സ് ആണെന്നാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫിലോസഫി ആയിട്ട് പറയുന്നത്. അബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ് ആണ് പ്രധാനപ്പെട്ട രണ്ടുപേർ. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി റോജേഴ്സിൻ്റെതാണ്. ഹ്യൂമനിസത്തിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ്. ഇമ്പോർട്ടൻസ് ഓഫ് മാൻ ഓഫ് നാച്ചർ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, then full support to the principle of unity and diversity. Then 5 basic principles of humanistic education ആയിട്ട് self-directed ആവണം ലേണിംഗ്. Then how to learn എന്നുള്ളത് കുട്ടികൾക്ക് ഉണ്ടാവണം. മീനിങ് സെൽഫ് ഇവാലുവേഷൻ ആണ് പ്രാധാന്യം. Then ഫീലിങ്സിന് പ്രാധാന്യമുണ്ട്. നോൺ ത്രെറ്റനിങ് എൻവയോൺമെന്റിലാണ് പഠനം നടക്കേണ്ടത്. Then aims for rational thinking, standard language, aesthetic sense and creativity, scientific temper, modernity and civilization, പ്രോഗ്രസീവ് ഐഡിയാസ്. ഹ്യൂമനിസ്റ്റിക് കരിക്കുലം പറഞ്ഞത് വെൽബീയിങ് ഓഫ് ദ നാഷൻ വളരെ പ്രധാനമാണ്. വാട്ട് ഡസ് ദ കരിക്കുലം മീൻ ടു ദ ലേണർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. പിന്നെ ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, സെൽഫ് ആക്ച്വലൈസേഷൻ, ഫോസ്റ്ററിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കിൽസ്, പ്രോഗ്രസീവ് ആവണം, സയൻസ്, മാത്സ്, ലാംഗ്വേജ്, ഹിസ്റ്ററി. ടീച്ചർ ഫെസിലിറ്റേറ്റർ ആണ്. ടീച്ചർ ഷുഡ് ബി and give more importance to the support. Teachers should be supportive rather than critical, understanding the judgmental, more genuine than playing role എന്നാണ് പറഞ്ഞത്. Then a discipline പറയുന്നത് ഒരു കൈൻഡ്നെസിന്റെ ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻ ഓഫ് കൈൻഡ്നെസ് rather than cruelty. Then methods of teaching പറഞ്ഞത് participatory, discovery, discussion, debate, dramatization, brainstorming, problem solving, seminars, symposium, ഇതൊക്കെയും അവര് മെത്തേഡ്സ് ആയിട്ട് യൂസ് ചെയ്തു. കോൺട്രിബ്യൂഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമനിസത്തെ കുറിച്ച് പറയാനുള്ളത്. ഐ തിങ്ക് യു ഹാവ് ഗോട്ട് സംതിങ്, ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഹ്യൂമനിസവുമായി ബന്ധപ്പെട്ട് സിലബസിലുള്ള ടോപ്പിക് തന്നെയാണല്ലോ അല്ലെ.
അപ്പം ഐഡിയലിസവും നാച്ചുറലിസവും പൂർണ്ണമായിട്ട് പറഞ്ഞിരുന്നോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പ്രാഗ്മാറ്റിക്സ് ആണ്, ഹ്യൂമനിസ് ആണ്. ഞാൻ എന്റെ ടെക്സ്റ്റിലുള്ള സ്ഥലത്ത് എത്തിയിട്ടില്ല ആണ്. പിന്നെ ഞാൻ ടെക്സ്റ്റിന്റെ പിന്നെ സ്ക്രീൻഷോട്ട് അയക്കാതിരുന്നു. ദെൻ ദിസ് ഈസ് വാട്ട് ഇസ് ഹ്യൂമനിസം. എനിക്ക് തോന്നുന്നു ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫിലോസഫി, സോഷ്യോളജി പഠിക്കുന്ന ആൾക്കാർ, സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്നവരും ഹ്യൂമനിസത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം. റിനൈൻസസിന്റെ ഒരുമിച്ചോ അതിന്റെ ശേഷമോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, വന്നിട്ടുള്ള ഒരു ഒരു ഫിലോസഫിയാണ്. പിന്നെ നമ്മൾ മാനവികതാവാദം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ അധികം കേൾക്കുന്നതാണ്. മാനവികതാവാദം, മനുഷ്യന് സെൻട്രൽ പ്രൈസ് കൊടുക്കുന്ന വാദം, അതാണ് മാനവികത. മാനവികതയുടെ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് എന്ന് പറയാറുണ്ട്. അതൊക്കെ ഈ ഹ്യൂമനിസം എന്നുള്ള ആ ഒരു സാധനത്തിൽ നിന്ന് വന്നതാണ്. ശരിക്കും പിന്നെ യൂറോപ്പ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ റിനൈൻസൻസ് വന്ന പോലെ തന്നെ യൂറോപ്പിന്റെ ഒരു ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ചർച്ച തന്നെയായിരുന്നു എന്തുണ്ടായിരുന്നത്, പിന്നെ പോർട്ടോ അല്ലെങ്കിൽ രണ്ടും ആർച്ച് ബിഷപ്പ്, പിന്നെ അവര് തന്നെയായിരുന്നു ഭരണവും. സ്റ്റേറ്റും റിലീജിയനും ഒന്നായിരുന്നു. സ്റ്റേറ്റും റിലീജിയനും ഒന്നായ സമയത്ത് പിന്നെ റിലീജിയനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവിടെ പിന്നെ അതായത് റിലീജിയൻ ഓർ ഗോഡ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഹ്യൂമൻ. മനുഷ്യന്റെ ചിന്തക്കോ മനുഷ്യനേക്കാൾ ഗോഡിനും റിലീജിയനും ആയത് ഇമ്പോർട്ടൻസ് കൂടുതൽ. അപ്പൊ അങ്ങനെ വന്നപ്പോ പിന്നെ കുറേയധികം പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ അതിനെതിരെയുള്ള റിവോൾട്ട് ഒക്കെ ആയിട്ടാണ് ഹ്യൂമനിസവും റിനൈൻസസും ഒക്കെ യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ളത്. സോ പിന്നെ ആ രീതിയിൽ മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള വാദങ്ങളൊക്കെ മുന്നോട്ട് വന്നു. സോ my opinion, all these are same, are same importance. And supernatural, so നാച്ചുറൽ, എല്ലാത്തിനും അതിൻ്റെതായ സെയിം ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഓൾ ആർ ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്, അവർക്കും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അത്തേക്ക് ഇത്ര മതിയല്ലോ അല്ലെ? ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പം സ്റ്റോപ്പ് ആവും. ഈ ഡൗട്ട് ഉണ്ടോ? പഠനം സജീവമാകുന്നു എന്ന് കരുതുന്നു. എക്സാം വെക്കേഷനിൽ ഒഴിച്ചു പോകാൻ പാടില്ല. വെക്കേഷനിലെ എക്സാമിന്റെ ചൂട്